പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കെ സുധാകരൻ വിളിച്ച യോഗത്തിൽ ക്രിമിനൽ കേസുകളിലെ പ്രതികളും ലഹരിക്കെതിരെ സന്ദേശം നൽകേണ്ട വേദിയിൽ ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ എങ്ങനെ എത്തി? ഓപ്പറേഷൻ തൂഫാനും ഓപ്പറേഷൻ തണ്ടറിനും നാണക്കേടായി പുതിയ യോഗം. സംസ്ഥാനത്ത് ലഹരി മാഫിയക്കെതിരെ സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാവും എംപിയുമായ കെ സുധാകരൻ കൊച്ചിയിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ യോഗം വലിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാനെന്ന പേരിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിരവധി കുപ്രസിദ്ധ ക്രിമിനൽ കേസ് പ്രതികളും മുൻ ഗുണ്ടാ നേതാക്കളും പങ്കെടുത്തതോടെയാണ് സംഭവം ചർച്ചയായത്. യോഗത്തിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ലഹരിക്കെതിരെ പോരാടാൻ സംഘടിപ്പിച്ച വേദിയിൽ തന്നെ ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ എങ്ങനെ എത്തി എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നത്. വിവാദത്തിന് കാരണമായത് ആരൊക്കെയെന്ന് നോക്കാം. യോഗത്തിൽ നിരവധി ഗുരുതര കേസുകളിൽ പ്രതികളായ വ്യക്തികൾ പങ്കെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. അക്രമ കേസുകളിൽ പ്രതിയായ മട്ടാഞ്ചേരി ഹാരിസ്, പ്രമാദമായ തോക്ക് കേസ് പ്രതി റിയാസ്, കൊടും ക്രിമിനൽ പശ്ചാത്തലമുള്ള പുലി നസീർ, കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ മുഖ്യപ്രതി ബിലാൽ തുടങ്ങി അധോലോകവുമായി ബന്ധപ്പെട്ട നിരവധി പേർ യോഗത്തിൽ സന്നിധരായിരുന്നുവെന്നാണ് പുറത്തുവന്ന വിവരം. ഇവരിൽ ചിലർക്കെതിരെ കൊലപാതകം, വധശ്രമം, ആയുധ കേസുകൾ, ഗുണ്ടാ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി ഗുരുതര കേസുകൾ നിലവിലുണ്ടെന്ന ആരോപണവും ഉയരുന്നുണ്ട്. യോഗത്തിൽ സംസാരിച്ച കെ സുധാകരൻ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും കൈകോർക്കണമെന്നും സമൂഹത്തെ ലഹരി മുക്തമാക്കാനുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാകണമെന്നും ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്നാൽ അതേ വേദിയിൽ ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് പിന്നീട് വലിയ വിമർശനത്തിന് ഇടയാക്കിയത്. ലഹരി വിരുദ്ധ പോരാട്ടത്തെക്കുറിച്ച് സന്ദേശം നൽകേണ്ട വേദി വിവാദങ്ങളുടെ കേന്ദ്രമായി മാറുകയായിരുന്നു. ഏതായാലും കോൺഗ്രസിനുള്ളിലും പ്രതിഷേധം കത്തുകയാണ്. സംഭവം പുറത്തു വന്നതിനു പിന്നാലെ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അടിയന്തരമായി രംഗത്തെത്തി. ഈ യോഗം DCCയുടെ അറിവോടെയോ സമ്മതത്തോടെയോ സംഘടിപ്പിച്ചതല്ലെന്ന് നേതൃത്വം വ്യക്തമാക്കി. ലഹരി വിരുദ്ധ പരിപാടിയുടെ പേരിൽ ഇത്തരമൊരു യോഗം നടക്കുന്നതിനെ കുറിച്ച് മുൻകൂർ വിവരം ലഭിച്ചിരുന്നില്ലെന്നും ഔദ്യോഗിക കോൺഗ്രസ് സംഘടനയ്ക്ക് ഈ പരിപാടിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും DCC വ്യക്തമാക്കി. യോഗത്തിന് മുൻപോ ശേഷമോ കെ സുധാകരൻ ജില്ലാ നേതൃത്വവുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും പരിപാടി പൂർണ്ണമായും വ്യക്തിപരമായ തലത്തിലാണ് നടന്നതെന്നും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പും എക്സൈസ് വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ടർ എന്നീ പ്രത്യേക ലഹരി വിരുദ്ധ നടപടികൾ ശക്തമായി പുരോഗമിക്കുന്ന സമയത്താണ് ഈ വിവാദം ഉയർന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ലഹരി മാഫിയക്കെതിരെ കർശന നടപടി തുടരുന്ന സാഹചര്യത്തിൽ അതേ പേരിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ പങ്കെടുത്തത് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. യോഗത്തിന്റെ ചിത്രങ്ങൾ പ്രചരിച്ചതോടെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. ലഹരി വിരുദ്ധ യോഗത്തിലേക്ക് ലഹരിക്കടത്ത്, അക്രമം, ഗുണ്ടാ കേസുകളിലെ പ്രതികൾ എങ്ങനെ എത്തി? ഇത്തരക്കാരെ സമൂഹത്തിന് മാതൃകയാക്കാനാണോ ശ്രമം? എന്നിങ്ങനെയുള്ള വിമർശനങ്ങളാണ് പ്രധാനമായും ഉയരുന്നത്. അതേസമയം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തവരുടെ സാന്നിധ്യം മാത്രം അവരുടെ കേസുകളിലെ നിയമപരമായ നിലപാടുകളെ നിർണയിക്കുന്നതല്ലെന്നും ആരോപണങ്ങളും കേസുകളും കോടതികളുടെ പരിഗണനയിലുള്ള വിഷയങ്ങളാണെന്നും ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഒരു വിഭാഗം പറയുന്നു. വിവാദം ശക്തമായതോടെ കെ സുധാകരനോട് അടുത്ത വൃത്തങ്ങൾ വിശദീകരണവുമായി രംഗത്തെത്തി. ഇത് കോൺഗ്രസിന്റെ ഔദ്യോഗിക പരിപാടിയല്ലെന്നും വ്യക്തിപരമായ നിലയിൽ സംഘടിപ്പിച്ച അനൌദ്യോഗിക കൂടിക്കാഴ്ച മാത്രമാണെന്നുമാണ് അവരുടെ വിശദീകരണം. എന്നാൽ ആ വിശദീകരണം കോൺഗ്രസിനുള്ളിലെ വിമർശനങ്ങളെയും രാഷ്ട്രീയ ചർച്ചകളെയും അവസാനിപ്പിച്ചിട്ടില്ല. സംസ്ഥാനത്ത് ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാകുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ലഹരി വിരുദ്ധ സന്ദേശം നൽകാൻ ലക്ഷ്യമിട്ട വേദി തന്നെ വിവാദങ്ങളുടെ കേന്ദ്രമാവുകയും കോൺഗ്രസിനകത്തും പുറത്തും വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനിടെ യോഗത്തിന്റെ പശ്ചാത്തലം, പങ്കെടുത്തവരുടെ സാന്നിധ്യം, സംഘടനാ രീതി എന്നിവ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം കെ സുധാകരൻ നൽകുമോ എന്നതാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.